നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ഇന്ത്യ പാക് സംഘർഷത്തിനു ശേഷം ലോകം മറ്റൊരു യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. അതായത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം തുടങ്ങിയിരിക്കുകയാണ്. ആക്രമണത്തിന് പിന്നാലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർക്കുകയും ഇസ്രയേൽ വ്യോമാതിർത്തി അടയ്ക്കുകയും അതിന് പിന്നാലെ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തായാലും വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ഇറാനു നേരെ ഇസ്രയേലിന്റെ ആക്രമണം. വെള്ളിയാഴ്ച പുലർച്ചെ 100 കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ബോംബുകളും മിസൈലുകളും അടക്കം 330 ആയുധങ്ങൾ പ്രയോഗിച്ചതായാണ് അവർ അവകാശപ്പെടുന്നത്. ഏതാണ്ട് 200 യുദ്ധവിമാനങ്ങൾ ആക്രമണത്തിൽ പങ്കെടുത്തു എന്നും അവർ വ്യക്തമാക്കി. ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെ പതിറ്റാണ്ടുകളായി നൽകിയിരുന്ന മുന്നറിയിപ്പുകൾക്കൊടുവിലാണ് ആക്രമണമെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പേരിട്ടിരിക്കുന്ന സൈനിക നടപടി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതാകുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇറാനിൽ നിലവിൽ 15 ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായി സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇക്കാര്യം ഇസ്രയേൽ പ്രതിരോധ സേന വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളും ആണവ പദ്ധതികളും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത്. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്സ് മേധാവി മേജർ ജനറൽ ഹൊസൈൻ സലാമി, സൈനിക മേധാവി മുഹമ്മദ് ബഹേരി തുടങ്ങിയ ഉന്നത സൈനികരും നിരവധി ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിരുന്നു. സ്വയം പ്രതിരോധിക്കുന്നതിന് ഇസ്രയേലിന് ഇറാനെ ആക്രമിക്കുകയല്ലാതെ മറ്റു വഴിയില്ലായിരുന്നു എന്നാണ് നെതന്യാഹു പറയുന്നത്. ആണവായുധം നിർമ്മിക്കാൻ ഇറാനെ ഒരിക്കലും അനുവദിക്കില്ലെന്നാണ് നെതന്യാഹുവിന്റെ പക്ഷം. ഇറാൻ ഭരണകൂടം പതിറ്റാണ്ടുകളായി ആണവായുധം സ്വന്തമാക്കുന്നതിനായി പ്രവർത്തിക്കുകയാണ്. ലോകം അത് തടയാൻ സാധ്യമായ എല്ലാ നയതന്ത്ര മാർഗങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇറാൻ ഭരണകൂടം നിർത്താൻ വിസമ്മതിച്ചു എന്ന കാര്യവും ഇസ്രയേൽ സേന വ്യക്തമാക്കുന്നു. പുലർച്ചെ 3 മണിയോടെ ആരംഭിച്ച ആക്രമണം മണിക്കൂറുകളോളം നീണ്ടുനിന്നുവെന്നാണ് ഇസ്രയേൽ സൈന്യം പറയുന്നത്. 3 മണിക്ക് തൊട്ടു മുമ്പായി ഇറാഖിനു മുകളിലായി ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ നിലയുറപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഈ ഘട്ടത്തിൽ ഇസ്രയേലിലുടനീളം സൈറണുകൾ മുഴങ്ങിയിരുന്നു. ഒരു വലിയ ആക്രമണം നടക്കുന്നുണ്ടെന്നും ഇറാനിൽ നിന്നുള്ള പ്രത്യാക്രമണം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഇസ്രയേലുകളുടെ ഫോണുകൾ മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നു. സുരക്ഷിത സ്ഥലത്തേക്ക് മാറുവാനും നിർദ്ദേശങ്ങൾ ലഭിച്ചു. അതേസമയം ഇറാനെതിരായ ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ വിമാന കമ്പനികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് വിമാനങ്ങൾ ഒഴിപ്പിച്ചു. ഇറാനെതിരെ വ്യാപക ആക്രമണം നടത്തി പ്രതികാര നടപടിക്ക് ഒരുങ്ങുന്നതിനിടെ വെള്ളിയാഴ്ച ഇസ്രയേൽ വിമാന കമ്പനികളായ എൽ അൽ, ഇസ്രയേൽ അർക്കിയ എന്നിവ തങ്ങളുടെ വിമാനങ്ങൾ രാജ്യത്തിന് പുറത്തേക്ക് മാറ്റുന്നതായി പ്രഖ്യാപിച്ചു. യാത്രക്കാരില്ലാതെയാണ് വിമാനങ്ങൾ പറന്നതെന്നും ടെൽ അവീവിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിലെ വക്താവ് വ്യക്തമാക്കി. വെള്ളിയാഴ്ച ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതേ വിമാനത്താവളം അടച്ചിട്ടു. വിമാനത്താവളത്തിൽ നിന്നും തങ്ങളുടെ വിമാനങ്ങൾ ഒഴിപ്പിക്കുകയും മാറ്റി സ്ഥാപിക്കുകയും ചെയ്യുകയാണെന്നും ഇസ്രയേലിയർ വ്യക്തമാക്കി.